സംഘമാണ് ട്രാവലറിൽ ആതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചെങ്ങോട്ടൂർ സ്വദേശി മുഹമ്മദ് ഫാഹിസ് ആയിരുന്നു ഈ ട്രാവൽ ഓടിച്ചിരുന്ന ഡ്രൈവർ. ആതിരപ്പള്ളി സന്ദർശിച്ച ശേഷം സംഘം മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് എത്തി. തുടർന്ന് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഉള്ള യാത്രക്കിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. അതിൽ 10 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇനി 3 പേർ അവർ ഇപ്പോൾ ചികിത്സയിലാണ്, കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഇപ്പോൾ 10 പേരുടെ മൃതദേഹം പൊള്ളാച്ചിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ നമുക്ക് പൊള്ളാച്ചിയിൽ നിന്നും ലഭിക്കുന്നുണ്ടായിരുന്നു. അപകടത്തിൽ മരണമടഞ്ഞ 10 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം 3 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. നമുക്ക് നേരത്തെ ഒരു പ്രതികരണം ലഭിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് കേരളത്തിലേക്ക്, അല്ലെങ്കിൽ ഈ മലപ്പുറത്തെ പാങ് എന്ന അവരുടെ സ്വന്തം നാട്ടിലേക്ക് മൃതദേഹങ്ങൾ ഒരു 9 മണിയോടുകൂടി, രാവിലെ 9 മണിയോടുകൂടി എത്തിക്കാൻ സാധിക്കും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, പാങ്ങിൽ ഇപ്പോഴും ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. ആ നാട്ടുകാരെല്ലാം അവിടെ തന്നെയുണ്ട്. കണ്ണീരോടുകൂടി ഇനി ഈ അവരുടെ ഉറ്റവരുടെ, ഇത്രയും നാൾ അവരോടൊപ്പം ഉണ്ടായിരുന്നവരുടെ വരവും കാത്തവർ അവിടെ തന്നെയുണ്ട്. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് നാളെ പൊതുദർശനമുള്ളത്. അവിടെ പൊതുദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നിഖിലുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, അവിടേക്കാണോ നിഖിൽ ഇപ്പോൾ പോകുന്നത്? അവിടെയുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? അനൂപ്, നാളെ പൊതുദർശനം നടക്കുന്ന വിദ്യാലയത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാങ്. ഇവിടെയാണ് ഒരുപക്ഷെ ഇത്രയും മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് വന്ന് വളരെ സൗകര്യത്തോടു കൂടി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പന്തലൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അല്പം മണ്ണ് നനച്ചുകൊണ്ട് അങ്ങനെ പൊടി പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ അനുയോജ്യമായിട്ടുള്ളൊരു യാത്രയപ്പ് തങ്ങളുടെ പ്രിയപ്പെട്ട 10 പേർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ട് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നാളെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയം മുതൽ ഈ ബന്ധുക്കളുമായി സംസാരിച്ച് അവരുടെ കൂടി ഒരു അഭിപ്രായം തേടിയ ശേഷം എത്ര മണി വരെയായിരിക്കും പൊതുദർശനം ക്രമീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൂടി കൈവരും. നമുക്ക് ജനപ്രതിനിധികളോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രകാരം എത്ര മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാൻ പറ്റും എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്? പോസ്റ്റ്മോർട്ടം തുടങ്ങുന്ന മർക്ക്, അതിനുള്ള അനുസരിച്ചുള്ള മർക്ക് ഇവിടെ എത്തും. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരില്ല അല്ലേ? അവിടെ സൗകര്യം കുറവായത് കാരണം ഇങ്ങോട്ട് മാറ്റിയതാണ്. മാത്രമേ ഉള്ളൂ ഇവിടെ. പരിചയമുള്ള ആളുകളാണോ? അതെ 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 നമ്മുടെ പരിചയമുള്ള ആളുകളാണ്. ടീച്ചേഴ്സും ഒക്കെ തന്നെ പരിചയമുള്ളതാണ്. ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്, അത് ഹെഡ് മാസ്റ്ററാണ്. ഇവരിങ്ങനെ ഒരു യാത്ര പോകുന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ ഇത് അവർ തീർത്തും ഒരു സ്റ്റാഫ് ടൂർ പോലെ ഫാമിലി അടക്കമുള്ളൊരു ട്രിപ്പല്ലേ. എല്ലാ സ്കൂളിൽ നിന്നും പോകുന്ന മാതിരി സ്വാഭാവികമായിട്ടുള്ളൊരു പോക്കാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ യാത്ര പോയ വിവരം അറിയുന്നത്. ശരിക്കും ഇവിടെ അടുത്തുള്ളൊരു LP സ്കൂള്, ഒരു ഹൈസ്കൂള് തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിലൊക്കെ എല്ലാവരും നല്ല കണക്റ്റഡ് ആണ്. നമ്മളൊക്കെ ഈ സബ് ജില്ലയിൽ പല മേഖലയിലും പ്രവർത്തിച്ച ആളുകളായതുകൊണ്ട് തന്നെ ഇവരിട്ടൊക്കെ നല്ല വ്യക്തിപരമായ പരിചയവും ബന്ധമുള്ളവരാണ്. അതാണ്, ഒരേ സബ് ജില്ലയാണ് ഇവരൊക്കെ വരുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നമ്മളിപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നാളെ പന്തൽ, മറ്റു സൗകര്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ പിന്നെ സബ് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. മേഡത്തോട് പ്രത്യേകം ഒരു സെപ്പറേറ്റ് മെഡിക്കൽ ടീമിനെ തന്നെ ഇവിടെ ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 2 ആംബുലൻസ് എക്സ്ട്രായിട്ട് 2 3 എത്ര പറ്റുമെന്നുള്ള അത്രയും. കാരണം വെയിലാണ്, ജനങ്ങളെ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ കൂടി നമ്മൾ. മെമ്പർക്ക് കിട്ടുന്ന വിവരപ്രകാരം എത്ര മണിയോട് കൂടി ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നാണ് അറിയാൻ പറ്റുന്നത്? ഏകദേശം ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ കിട്ടിയ വിധത്തിൽ 7 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. 7 മണിയാകുമ്പോൾ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാൻ പറ്റും. ഏകദേശം അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ രാത്രിയോട് കൂടി തന്നെ അവിടെ നിന്ന് പുറപ്പെടേണ്ടി വരില്ല? ഒരു മണിയോടൊക്കെ കൂടി അവിടെ നിന്ന് പുറപ്പെട്ടാലല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ്.
താങ്കളുമായിട്ട് ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ പോയ ആളുകളുണ്ട്? നമ്മളവിടെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സലാം മാഷ് അവിടെയുണ്ട്, പിന്നെ ഇവിടെയുള്ള ഷിയാബ് പൊഴിതറ, അങ്ങനെ ഒരുപാട് പേര് അവിടെയുണ്ട്. താങ്കൾ ഇവിടുത്തെ മെമ്പർ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്കൂളും അവിടുത്തെ അധ്യാപകരൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവും അല്ലേ? എല്ലാവരും നമ്മളെ, കാരണം എന്താ പറയുക, അവരൊക്കെ നമ്മളെ എപ്പോഴും താങ്കൾ ബന്ധപ്പെടുന്നതാണ്. നമ്മളെ ഇവിടെ എല്ലാവരുമായിട്ടും നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടുന്നതാണ്. അത് ഇപ്പോൾ ഓൾറെഡി 17ാം വാർഡിലാണ് ഈ അധ്യാപകർ ആ സ്കൂള് നിൽക്കുന്നത്. ഇത് ഇപ്പം നമ്മളിവിടെ പൊതുദർശനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് 14ാം വാർഡിലാണ്. കാരണം ആ സ്കൂളിൻ്റെ അവിടെ സൗകര്യം കുറവാണ്, റോഡും മറ്റു വലിയ പ്രശ്നങ്ങളായി മാറും. അധ്യാപകരിൽ ആരുമായിട്ടാണ് താങ്കൾക്ക് അടുത്ത ബന്ധമുള്ളത്? അങ്ങനെ നമ്മളെല്ലാവരുമായിട്ടും നമ്മൾ നേരത്തെ അറിയുന്നതാണ്. കാരണം അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്കത് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ മുഖം കൂടി കാണുമ്പോഴേ നമുക്കത് വലിയ വിഷമമായി. ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി മാറി. മെമ്പറുടെ വാക്കുകളിലുണ്ട് എത്രത്തോളം ആ അധ്യാപകരായിട്ടും അവിടുത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് എത്രത്തോളം ബന്ധം ഈ നാടിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പം എന്തായാലും നാളെ അവരുടെ ഒരുമിച്ച് യാത്ര പോയ ആ 10 പേരും 14 പേരിൽ 10 പേർ ജീവനില്ലാത്ത ശരീരങ്ങളായി ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണ് ഈ നാട് ഉൾക്കൊള്ളുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആയിരിക്കും ഈ നാട് പ്രതികരിക്കുക. കാരണം ഇപ്പോഴും ഈ 10 പേരുടെ വിയോഗത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇവരെല്ലാവരും തയ്യാറായിട്ടില്ല, അവർക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മണിയോട് കൂടിയൊക്കെയാണ് ഈ അവരുടെ ജന്മനാടുകളിലേക്ക് ഈ മരണവിവരമൊക്കെ അറിയുന്നത്. ആ നിമിഷം മുതൽ ഇവരെല്ലാവരും തന്നെ പ്രാർത്ഥനയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.